അഭ്യർത്ഥിക്കുന്നു. Judges, please note code letter Ta on the stage. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, alhamdulillah. Nahmaduhu wa nasta'inu wa nu'minu bihi wa natawakkalu alayhi. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله قال الله تعالى في القرآن الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله مع الصابرين وقال النبي صلى الله عليه وسلم إنما الصبر عند الصدمة الأولى إن الصبر محمود نواقب يرفعه الله فوق النواقب. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കട്ടെ. ആമുഖങ്ങളുടെ ആരവങ്ങളില്ലാതെ വിഷയം പറഞ്ഞു തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ക്ഷമയുടെയും സഹനത്തിന്റെയും കൃത്യമായ മാതൃകകൾ വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണമെന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും അഗ്നിപർവ്വങ്ങൾ കടന്നു വരുമ്പോഴും ഹൃദയമറിഞ്ഞ് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഏവർക്കും ഉണ്ടാവണം. അവസാന നിമിഷം ജീവിതത്തോട് പോരാടുമ്പോഴും പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിലേക്കെല്ലാം സമർപ്പിച്ച് നമ്മിലേക്ക് വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനും സഹിച്ചു പിടിക്കാനും നമുക്ക് സാധ്യമാവണം. നമ്മൾ ജീവിക്കുന്ന ഈ പുതിയ കാലത്ത് ഏറ്റവും പ്രയാസകരമായ അനുഭവം എന്ന് പറയുന്നത് ചെറുപ്രായത്തിൽ തന്നെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും നേരിടുന്ന ശകാരങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ പൊതുമണ്ഡലങ്ങളിൽ നിന്ന് നേരിടുന്ന പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ വർദ്ധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെയാണ് ക്ഷമയുടെയും സഹനത്തിന്റെയും മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടത്. മുമ്പ് കാലങ്ങളിൽ എത്ര വലിയ പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ക്ഷമിച്ചിരുന്നൊരു തലമുറയുണ്ടായിരുന്നു. നമ്മുടെയൊക്കെയും പ്രപിതാക്കന്മാർ, അവരുടെ പാരമ്പര്യവും അങ്ങനെ തന്നെയാണ്. എന്നാൽ യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിപ്രസരണത്താൽ പുതിയ സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ച ഈ കാലഘട്ടത്തിലോ പലപ്പോഴും ജീവിതത്തിന് താളം തെറ്റി പോവുകയാണ്. ഇവിടെയാണ് വിശുദ്ധ ഖുർആന്റെ വാചകം നമ്മൾ ഓർക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ മഅസ് സാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറയുകയാണ്, ഇന്നല്ലാഹ മഅസ് സാബിരീൻ, തീർച്ചയായും അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അല്ലാഹുവിന്റെ ആ ഒരു മഅയ്യത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ക്ഷമയുള്ളവരാവണം. ഏത് പ്രതിസന്ധിയിലും പാറ പോലെ ഉറച്ചു നിൽക്കാൻ കഴിവുള്ള ധൈര്യമുള്ളവരായി നമ്മൾ മാറണം. കവി പറയുന്നത് പോലെ ഇന്നസ്സബൂറു മഹ്മൂദൻ നവാഖിബു യർഫഉല്ലാഹു ഫൗഖൻ നവാഖിബു, തീർച്ചയായും ക്ഷമിക്കുന്നവരുണ്ടല്ലോ, തീർച്ചയായും ക്ഷമിക്കുന്നവരുണ്ടല്ലോ, അവന്റെ എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനം അത് പ്രശംസനീയമായിരിക്കും. ക്ഷമ കാരണം ഒരാൾക്ക് പരാജയം നേരിടേണ്ടി വരികയില്ല എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണല്ലോ, നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമാണല്ലോ. നീ കോപിക്കരുത്, നീ കോപിക്കരുത് ചെറുപ്പക്കാരാ, നീ കോപിക്കരുത്. കോപമുണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. അനിയന്ത്രിതമായ കോപം നമ്മെ പല അപരാധങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതാണ്. അതിന്റെ നിരന്തരമായ ഉദാഹരണങ്ങളും ചിത്രങ്ങളും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതുമാണല്ലോ. സഹോദരങ്ങളെ, അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വീട്ടിലും തന്റെ കുടുംബത്തിലോ കാമുകിയുമടക്കം 5 പേരെയാണ് ദിവസം നിരന്തരമായി കൊന്നുകളഞ്ഞത്. ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊല്ലുമ്പോഴും അവന്റെ മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നില്ല. ഈ രൂപത്തിലേക്ക് മനുഷ്യന് മാറുന്നത് ക്ഷമിക്കാനുള്ള മനസ്സില്ലാതെയാകുമ്പോഴാണ്. സ്വന്തം ജന്മം നൽകിയ ഉമ്മയെ, സ്വന്തം ജന്മം നൽകിയ ഉമ്മയെ ദ്രോഹിക്കുന്ന തരത്തിലേക്ക് ആ ഉമ്മയുടെ തലയിലേക്ക് ചുറ്റിയ കൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ മനസ്സിൽ ചാഞ്ചാട്ടം തോന്നാത്തത് ഹൃദയത്തിൽ ക്ഷമയുടെ കളിക പോലും ഇല്ലാത്തത് കൊണ്ടാണ്. അതിനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണല്ലോ, നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമാണല്ലോ. ഇന്നമസ്സബ്റു ഇൻദ സദ്മത്തിൽ ലൂല,
ക്ഷമ എന്നത് ആദ്യ ശ്രമത്തിൽ തന്നെയായിരിക്കണം, ആദ്യ സമയത്തിൽ തന്നെയായിരിക്കണം. ഏത് പ്രതിസന്ധി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ആദ്യം തന്നെ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉന്നതമായ വിജയം ഉണ്ടാകുന്നത്. ആരാണ് നമുക്ക് ക്ഷമ കാണിച്ചു തന്നത്? ആരാണ് നമുക്ക് ക്ഷമ കാണിച്ചു തന്നത്? എന്റെയും നിങ്ങളുടെയും നേതാവായ ലോകത്തിന് മുത്തേനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എത്രമാത്രം ക്ഷമാപരമായിരുന്നു. ഹബീബ് ത്വായിഫിന്റെ മണ്ണിലേക്ക് കടന്നു പോയപ്പോ 4 ഭാഗത്തു നിന്നും ഹബീബിന്റെ കാലിലേക്ക് കുട്ടികൾ വരെ കല്ലെടുത്തെറിഞ്ഞപ്പോ ഹബീബിന്റെ കാലിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകിയപ്പോ മഹാനായ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ആ കാണുന്ന 2 പർവ്വതങ്ങൾക്കിടയിൽ ഈ സമുദായത്തെ നരിച്ചമർത്തി നശിപ്പിക്കട്ടെയോ? ഇത് ചോദിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഹബീബ് തങ്ങൾ പറഞ്ഞ മറുപടി എന്താ സഹോദരങ്ങളെ? അരുത്, അങ്ങനെ ആ സമുദായത്തെ നശിപ്പിക്കരുത്, അവരറിവില്ലാത്തവരാണ് എന്നാണ് ലോകത്തിന് മുത്തേനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത്. എത്ര മനോഹരമായ ക്ഷമയാണിത്. ഈ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ജീവിതവും മാറാൻ നാം ആ ഒരു മാതൃകയെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജീവിതം മനോഹരമാകുന്നത്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിലേക്കെല്ലാം സമർപ്പിച്ച് നമ്മിലേക്ക് വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനും സഹിച്ചു പിടിക്കാനും നമുക്ക് സാധ്യമാവണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സംസ്കാര സമ്പന്നമായ ഒരു ജീവിതം ഉണ്ടാകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.